ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഓറഞ്ച് കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഓറഞ്ച് കേക്കാണിത്. ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലെ മുട്ടയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഒരു വിസ്ക് വെച്ചാണ് ഞാൻ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയാണ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്കും അതുപോലെ ബീറ്ററൊക്കെ എടുത്ത് കേക്ക് ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ 2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് കുറച്ചായി മൈദമാവ് ഇട്ട് ഇതേപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ മൈദ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ ജ്യൂസ് എടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഒരു കളറിന് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെയുള്ള ഒരു ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഏകദേശം 30 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. നിങ്ങൾ ഓവനിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർക്ക് ഇത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബീറ്ററൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.